الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ഹദീസ് വളരെ ജാഗ്രതയോടുകൂടി വിശ്വാസികൾ നോക്കിക്കാണേണ്ട, ഒരു നിത്യജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ഹദീസാണ്. عن عبد الله بن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم العاق لوالديه المترجلة من النساء والديوث റവാഹു തിർമിദി. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളതായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ് ഓതി കേൾപ്പിച്ചത്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്വഭാവമുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് താക്കീത് നൽകുകയാണ്. റസൂൽ പറഞ്ഞത് 3 വിഭാഗം ആൾക്കാരുണ്ട്. ആ 3 വിഭാഗം ആൾക്കാര് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നോക്കുകയില്ല, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല, അതേപോലെ അവരോട് കാരുണ്യം കാണിക്കുകയും ഇല്ല. അതുമാത്രമല്ല, നരകത്തിൽ അതിഭയങ്കരമായ ശിക്ഷ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടും ഉണ്ട്. ഈ 4 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നോക്കൂല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, അള്ളാഹു ഒരടിമയിലേക്ക് നോക്കിയാൽ ആ അടിമയോട് കരുണ കാണിക്കും. അത് അള്ളാഹു അടിമയോട് കാണിക്കുന്ന ഒരു ഫضലാണ്. പക്ഷെ ഈ വിഭാഗത്തിന് അള്ളാഹു തിരിഞ്ഞു നോക്കൂല. പരലോകത്ത് ആരും ഉണ്ടാവില്ല നോക്കാൻ. അഥവാ നോക്കിയാൽ തന്നെ അവരോട് ഒരു കാരുണ്യം കാണിക്കൂല്ല, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കൂല്ല. നരകത്തിൽ വമ്പിച്ച ശിക്ഷ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടും ഉണ്ടാവും. എന്നിട്ട് 3 വിഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഉൾപ്പെടുത്തിയത്. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ-ആഖു ലിവാലിദൈഹി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, വേദനിപ്പിക്കുന്നവൻ, പ്രയാസപ്പെടുത്തുന്നവൻ. ഇതാണ് ഒന്നാമത്തത്. ഇപ്പം പരിശുദ്ധ റമളാനിന്റെ പകുതി ഏകദേശം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ, അതൊരു വാക്കുകൊണ്ടാകാം, അല്ലെങ്കിൽ മാനസികമായി കൊണ്ടാകാം, എന്തെങ്കിലും രൂപത്തിൽ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവനാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ നോറ്റ നോമ്പ് കൊണ്ടൊന്നും ഒരു പ്രയോജനവും നമുക്കില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. അപ്പൊ ഈ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് പിന്നെന്ത് റമളാൻ, പിന്നെന്ത് നോമ്പ്? അപ്പൊ ഈ മാതാപിതാക്കളെ നമ്മൾ ഒരു നോട്ടം കൊണ്ട് പോലും അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കാൻ പാടില്ല. ചില സലഫുകൾ പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാരണത്താൽ നിങ്ങളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഭൂമിയിലേക്ക് വീണാൽ ആ ഒരു കണ്ണുനീർ തുള്ളി മാത്രം മതി നിങ്ങളുടെ ജീവിതം മുഴുവനും നശിപ്പിച്ച് കളയാൻ, ദുനിയാവിലും നാളെ ആഖിറത്തിലും. അതാണ് ഈ മാതാപിതാക്കൾ ഉപദ്രവിക്കുന്നതിന്റെ പ്രത്യേകത. ദുനിയാവും ഇല്ല, ആഖിറവുമില്ല. ഖസറ ദുനിയ വൽ ആഖിറ, രണ്ടും നഷ്ടത്തിലും ഖേദത്തിലുമാണ്. ഇത് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പറയുകയും നിങ്ങൾ കേട്ടതും മാതാപിതാക്കളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മാതാപിതാക്കൾ എന്ന അമൂല്യമായ സമ്പത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള പ്രതിബദ്ധത നമ്മൾ പുലർത്തണം. അവരോടുള്ള ഹക്കുകൾ പൂർത്തീകരിക്കണം. അവരോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. കഴിവിന്റെ പരമാവധി അവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗം കൂടി ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിലാണ് മാതാപിതാക്കളുടെ വിഷയം പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഇത്തരത്തിൽ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തവന് അള്ളാഹു തിരിഞ്ഞു നോക്കൂല. രണ്ടാമത്തത്, അൽ മുതറജ്ജിലതു മിനൻ നിസാ, സ്ത്രീകളിൽ നിന്നും പുരുഷവേഷം കെട്ടുന്നവൾ. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഇത് പറയേണ്ട കാരണം, ഇതാ പരിശുദ്ധ റമദാൻ പൂർത്തിയായി പെരുന്നാളോട് അടുക്കുമ്പോൾ നമ്മളെ വീട്ടിലെ സ്ത്രീകൾ വസ്ത്രം വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഓരോ ഗൃഹനാഥന്മാരും, ഓരോ വീട്ടുകാരും, അത് ഭർത്താക്കന്മാരാകാം, അതല്ലെങ്കിൽ ഉപ്പമാരാകാം, അല്ലെങ്കിൽ വീട് ഭരിക്കുന്ന ഗൃഹനാഥനാകാം, ആരായാലും
തൻ്റെ പെമ്മക്കളും പെങ്ങന്മാരും ഭാര്യമാരും ധരിക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരാകണം. കാരണം സ്ത്രീകൾ എന്നും ഇസ്ലാമിൽ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളവളാണ്. അതുകൊണ്ട് തന്നെ ലജ്ജാപൂർണമായിട്ടുള്ള അലങ്കാരമായിട്ടുള്ള വസ്ത്രമാണ് ഇസ്ലാം അവർക്ക് നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ലജ്ജയെ ഇല്ലാതാക്കി കളയുന്ന, അതായത് സ്ത്രീയെ സ്ത്രീത്വത്തിൽ നിന്നും മാറ്റി സ്ത്രീയല്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വസ്ത്രരൂപമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പുരുഷന്മാർ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. നിങ്ങളുടെ വീട്ടിലെ ഓരോ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ നിങ്ങളുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങളുടെ ഭാര്യമാർ ധരിക്കുന്ന വസ്ത്രം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചു കൊണ്ടായിരിക്കണം. നിങ്ങളുടെ താല്പര്യം ഉദ്ദേശം ദീനനുസരിച്ചു കൊണ്ടായിരിക്കണം. കാരണം ഇസ്ലാം അത്ര ഗൗരവത്തിലാണ് പുരുഷ വേഷം കെട്ടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വേറെ ചില റിവായത്തുകളിൽ നേരെ തിരിച്ചും കാണാം. സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാർ, അതും ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയായവരാണ്. പുരുഷന്റേതായ വസ്ത്രവും പുരുഷന്റേതായ രീതികളും പുരുഷന്റേതായ ചിട്ടകളുമുണ്ട്. സ്ത്രീകൾക്കും അവരുടേതായ രൂപങ്ങളും ചിട്ടകളും മര്യാദകളും ഉണ്ട്. അത് രണ്ടും രണ്ട് തന്നെയാണ്. അത് എത്ര നമ്മൾ പരിശ്രമിച്ചാലും ഒന്നാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. കാരണം അള്ളാഹു എന്താ അറിയാം, അള്ളാഹു മനുഷ്യകുലത്തിൽ ആണിനെയും പെണ്ണിനെയും രണ്ടും വേറെ വേറെ തന്നെ ആയിട്ടാണ് സൃഷ്ടിച്ചതും അവർക്കുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തതും അവർ മറ്റുള്ള തർത്തീബാത്തുകൾ അള്ളാഹു സജ്ജീകരിച്ചതും അങ്ങനെയാണ്. അത് ഒന്നാക്കാൻ ഭൂമിലോകത്ത് ആര് വിചാരിച്ചാലും സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് സ്ത്രീയുടേതായ വേഷങ്ങൾ, പുരുഷന് പുരുഷന്റേതായ വേഷങ്ങൾ, അതായിരിക്കണം നമ്മുടെ ചിട്ട. അപ്പൊ നമ്മുടെ പെമ്മക്കളും പെങ്ങന്മാരൊക്കെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അതിലൊരു ബോധം നമുക്കുണ്ടാകണം. മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ രണ്ടാമതോട് അനുബന്ധമായ മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദയ്യൂസ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആണത്തമില്ലാത്തവർ. അതായത് എൻ്റെ ഭാര്യയോ എൻ്റെ പെമ്മക്കളോ എൻ്റെ പെങ്ങന്മാരോ എൻ്റെ വീട്ടിൽ എൻ്റെ കീഴിൽ ജീവിക്കുന്ന സ്ത്രീകളോ മറ്റുള്ള അന്യപുരുഷന്മാരുമായി ഇടകലരുന്നതും അവരോട് സംസാരിക്കുന്നതും കൊഞ്ചിക്കൊഴയുന്നതും ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യർ. അതിനാണ് സാധാരണ നാടൻ ഭാഷയിൽ ആണത്തമില്ലാത്തവൻ എന്ന് പറയാം. അതായത് ഗൈറത്തില്ലാത്ത മനുഷ്യൻ. എന്തുമാകാം. ഈ ആധുനിക കാലഘട്ടത്തിന്റെ താല്പര്യം അനുസരിച്ച് അതവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലക്ക് എൻ്റെ പെമ്മക്കൾക്ക് ആരോടും സംസാരിക്കാം, എപ്പോഴും സംസാരിക്കാം, എവിടെ വെച്ചും സംസാരിക്കാം എന്നൊരു സംസ്കാരം അത് നമുക്ക് യോജിച്ചതല്ല. കാരണം അത് ഇസ്ലാമിനെതിരാണ്. ചില ആൾക്കാർ ഈ ആധുനിക കാലഘട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ വ്യക്തികളും അവരുടെ വീട്, അവരുടെ സ്ത്രീകള്, അവരുടെ ഭാര്യമാര്, പെമ്മക്കള്, പെങ്ങന്മാർ, അവരുടെ വീട്ടിൽ ജീവിക്കുന്ന സ്ത്രീകൾ, ഇതൊക്കെ ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ എവിടെ വരെ വരാൻ പറ്റും? ഒരു അന്യപുരുഷനാണെങ്കിൽ, എൻ്റെ വീട്ടിൽ സ്ത്രീകൾ മഹറമല്ലാത്ത ഒരു അന്യപുരുഷനാണെങ്കിൽ എവിടെ വരെ വരാൻ പറ്റും? ആ ഇരിക്കുന്ന സ്ഥലം മാത്രം, ഗസ്റ്റുകൾ ഇരിക്കുന്ന റൂം വരെ മാത്രം. അതിൻ്റെ അപ്പുറം അവർക്ക് പ്രവേശനമില്ല. കാരണം അതെൻ്റെ സ്വകാര്യതയാണ്. അതെൻ്റെ സ്ത്രീകളുടെയും എൻ്റെ ഭാര്യമാരുടെയും സ്വകാര്യതയാണ്. അവിടെ എത്തി നോക്കാൻ ആരും അനുവദിക്കാൻ പാടില്ല. അനുവദിച്ചാൽ അയാൾക്ക് പറയുന്ന പേരാണ് ദയ്യൂസ്. മനസ്സിലാകുന്നുണ്ടാകും. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. ഇത് വ്യക്തി സ്വാതന്ത്ര്യമോ അതല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ പരിഷ്കാരമൊന്നുമല്ല. നമ്മുടെ പെമ്മക്കൾ ആരോട് സംസാരിക്കുന്നു, ആരോട് പെരുമാറുന്നു, ആരോട് കൂടെ കൂട്ടുകൂടുന്നു എന്ന് നോക്കുകയും തിരുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതങ്ങനെ വിട്ടാൽ അയാൾക്ക് പറയുന്ന പേരാണ് ദയ്യൂസ്. അത് നാളെ പരലോകത്ത് അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാണ്. വേറെ ചില റിവായത്തുകളിൽ അള്ളാഹുവിന്റെ ശാപത്തിന് വരെ കാരണമാകുന്ന ഒരു സ്വഭാവമാണിത്. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും. എല്ലാവർക്കും മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് എത്തി നോക്കാൻ വലിയ താല്പര്യമായിരിക്കും. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതിപരമായ ഒരു സ്വഭാവമാണ്. എപ്പോഴും മറ്റുള്ളവരുടെ സ്വകാര്യത അറിയാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അതുകൊണ്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ചില ബ്ലോഗർമാരൊക്കെ അവരുടെ വീട്, അവരുടെ ഭാര്യമാര്, പെമ്മക്കൾ ധരിക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം, അടുക്കളയിലെ സംസ്കാരം, ബെഡ്റൂമിൽ വരെ എങ്ങനെയാണ് കിടക്കല്, എങ്ങനെയാണ് വിരിക്കല്, ഇതൊക്കെ ബ്ലോഗ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് അതിന് പൈസ ഉണ്ടാക്കുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? മനുഷ്യന്റെ വികാരത്തെ ചൂഷണം ചെയ്യാൻ. ഓരോ മനുഷ്യരും മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ എത്തി നോക്കാനും അതറിയാനും തൽപരനായിരിക്കും. അത് ചൂഷണം ചെയ്തിട്ട് ഇവർ പൈസ ഉണ്ടാക്കുക. അത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വകാര്യത അത് നിങ്ങളുടെ മാത്രം പ്രൈവസിയാണ്. അത് മറ്റൊരാൾക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര്
അന്യപുരുഷന്മാർ വീട്ടിലേക്ക് വന്നാൽ, ചില വീട്ടിലേക്ക് കാണാം അന്യപുരുഷന്മാർ കയറി വന്നാൽ നേരെ പോകുന്ന അടുക്കളയിലേക്കായിരിക്കും. ആ ഒരു സംസ്കാരം പാടില്ല. അത് ആണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ല. വീട്ടിലൊരാണുണ്ടെങ്കിൽ ആള് വന്നാൽ പുറത്തു നിൽക്കണം. അനുവാദം ഉണ്ടെങ്കിൽ മാത്രം സിറ്റോട്ട് കയറിയിരിക്കണം. അനുവാദം ഉണ്ടെങ്കിൽ മാത്രം ഗസ്റ്റുകൾക്ക് ഒരുക്കിയിട്ടുള്ള സ്ഥലത്ത് കയറിയിരിക്കണം. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. അത് ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ അനുവാദമില്ലാതെ എത്തി നോക്കിയാൽ അവന്റെ കണ്ണ് നിങ്ങൾ കുത്തിപ്പൊട്ടിച്ചോ, നിങ്ങൾക്ക് ശിക്ഷയില്ല, ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല. ഒന്ന്. രണ്ടാമത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ അതിഥിയായി പോയാൽ നിങ്ങൾ അവിടെ കയറിയിട്ട് ആ വീട്ടുകാരൻ നിങ്ങളോട് എവിടെയാണോ ഇരിക്കാൻ പറയുന്നത് അവിടെ മാത്രമേ നിങ്ങൾ ഇരിക്കാൻ പറ്റൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിരുന്നാൽ അത് പാടില്ലാത്തതാണ്. കാരണം ആ വീട്ടുകാർ നിങ്ങൾക്ക് ഒരുക്കി തരുന്ന സ്ഥലം നിങ്ങളുടെ കണ്ണിൽ നിന്നും ആ വീട്ടിലെ സ്ത്രീകളും മറ്റും സുരക്ഷിതമാകുന്ന സ്ഥലത്തായിരിക്കും അയാൾ ഇരുത്തുക. അപ്പൊ നിങ്ങൾ അവിടെ തന്നെ പോയിരിക്കണം. വേറെ അടുത്ത് പോയി ഇരുന്നിട്ട് നിങ്ങൾ ആ വീട്ടുകാരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. വേറെ ചിലവട്ട് കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അനുവാദം കൂടാതെ നിങ്ങളുടെ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോലും നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ ഇസ്ലാം വളരെ കർശനമായ നിർദ്ദേശമാണ് ഈ വിഷയത്തിൽ കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും വ്യക്തികളുടെ സ്വകാര്യത ഇസ്ലാം അതിൻ്റെതായ മഹത്വവും പ്രാധാന്യവും കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകളും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും ഓരോരുത്തരുടെയും സ്വകാര്യതയാണെന്നും അതിൽ മറ്റൊരാൾക്ക് അനുവാദമില്ല എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അതിൽ കണിശത കാണിക്കാത്ത പുരുഷന്മാരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദയ്യൂസ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയത്. ആ വിഭാഗം ഈ കൂട്ടത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കണം. ഈ പരിശുദ്ധ റമളാൻ അതിനൊരു കാരണമാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.